ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ ആക്ച്വലി വേറൊരു സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. ഇറങ്ങി പകുതി ഇങ്ങനെ വഴിയിലെത്തിയപ്പം ഞങ്ങളൊരു ഡയറക്ഷൻ കണ്ടു. ഒരു വിൻഡ് ഫാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലെഫ്റ്റിലോട്ടൊരു ഡൈവേർഷൻ. അപ്പോൾ പറഞ്ഞു വിൻഡ് ഫാം അത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇനീഷ്യൽ പ്ലാനിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞതാണ്. എന്നിട്ട് ഇവിടെ എത്തി നിൽക്കുവാണ്. ഈ ഫാമിൻ്റെ പേരാണ് വൈറ്റ്ലി വിൻഡ് ഫാം. അപ്പോൾ എപ്പോഴും എല്ലായിടത്തേക്കും മുമ്പോഴും കുറേ വിൻമിൽസ് ഇങ്ങനെ വഴിയിൽ കാണാറുണ്ട്. പക്ഷെ ഒരു വിൻമില്ലിൻ്റെ ഫാം, അതായത് ഇങ്ങനെ കുറേ ലാൻഡിൽ നിറയെ വിൻമിൽ, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവരുടെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ ആ എക്സിബിഷൻ കാണാനാണ് ഞങ്ങൾ ആദ്യം കയറണേ. അത് കഴിഞ്ഞിട്ട് ഒരു ബസ് ടൂർ ഉണ്ട്, അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടുത്തെ എക്സിബിഷനാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. വിൻമില്ലിൻ്റെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് ഇവിടെ കാണിക്കുന്നത്. അപ്പം എത്ര ഫാസ്റ്റായിട്ട് കറങ്ങോ അത്ര ഇലക്ട്രിസിറ്റി. അപ്പം ഈ ലാസ്റ്റ് ബൾബ് വരെ കത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ കത്തിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ടെക്നിക്കാലിറ്റി എന്താണെന്നുള്ളതൊക്കെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു എക്സിബിഷനകത്ത് വിൻഡിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ, എന്താണ് വിൻഡ്, എങ്ങനെയാണ് വിൻഡ് ഉണ്ടാവുന്നത്, സ്കോട്ട്ലൻഡിൽ സാധാരണ എവിടെ നിന്ന് എങ്ങോട്ടാണ് വിൻഡ് വീശുന്നത്, അങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയായിരുന്നു. വിൻഡിൻ്റെ ഒരു പവർ. അപ്പം ജനുവരി 2017 ഡച്ച് റെയിൽവേയിലത്തെ എല്ലാ ട്രെയിനുകളും വിൻഡ് പവറിൽ മാത്രമാണ് ഓടിയത്. അത്രയും പവർഫുൾ ആണെന്ന് പറയാണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് തോന്നിയത് UK ഹയസ്റ്റ് സ്പീഡ് വിൻഡിൻ്റെ കിട്ടിയിട്ടുള്ളത് 173 miles/hour ആണ്. പക്ഷെ അതല്ല ഈ വേൾഡിലത്തെ ഏറ്റവും ഹയസ്റ്റ് വിൻഡിൻ്റെ സ്പീഡ്. അതല്ല, മൗണ്ട് വാഷിങ്ടൺ US 231 miles/hour വിൻഡിൻ്റെ സ്പീഡ് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ഒരു മനുഷ്യൻ ഈ എർത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഹയസ്റ്റ് സ്പീഡ് ഓഫ് വിൻഡ് എന്ന് പറയുന്നത് അതാണെന്നാണ് പറയുന്നത്. ഇവർ പറയുമായിരുന്നു ഏർലി 20th century വരെയും UK ഹൈലി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവറും പിന്നെ ഈ കോൾ പോലെയുള്ള ഫോസിൽസ് അതൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ യൂസേജ് ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. കാരണം വെച്ചാൽ റിന്യൂവബിൾ എനർജി, വീണ്ടും വീണ്ടും കിട്ടുന്ന ഒരു എനർജീനെ ഡിപ്പെൻഡ് ചെയ്യാൻ അവർ തുടങ്ങി. അപ്പോൾ അത് തന്നെയാണ് വിൻഡ് എന്ന് പറഞ്ഞൊരു എനർജിയുടെ ഒരു മിനിറ്റ് വിൻഡ് എന്ന് പറഞ്ഞ എനർജിയുടെ ഒരു ഭയങ്കര പ്ലസ് പോയിന്റ്. അത് അങ്ങനെ തീർന്നു പോകത്തൊന്നുമില്ലല്ലോ. അപ്പം ഫുള്ള് UK മൊത്തം പവർ അതിലേക്ക് റിലേ ചെയ്യാൻ തുടങ്ങി. ഇത് ഒരു വെർച്വൽ റിയാലിറ്റിയുടെ ഇതാണ്. അപ്പം നമ്മൾ ഒരു വിൻമില്ലിന്റെ മുകളിൽ നിൽക്കണ എഫക്റ്റ് ഇതിൽ നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെ വിൻമില്ലിന്റെ ഒരു ഇത് പോകുന്ന കാണാം, ഷാഫ്റ്റ് പോകുന്ന കാണാം. പ്ലസ് താഴോട്ട് നോക്കി ഒരു പേടിയാണ പോലത്തെ ഒരു വ്യൂ. ഒരു വിൻമില്ലിന്റെ ടോപ്പിൽ നിന്ന് എങ്ങനെ ഇരിക്കുമോ അങ്ങനെ. 5300 hectare ലാൻഡിലാണ് ഈ ഒരു വൈറ്റ്ലി വിൻഡ് ഫാം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് UKയിലത്തെ ലാർജസ്റ്റ് ഓൺഷോർ വിൻഡ് ഫാം ആണെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ബസ് ടൂറിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 130 kilometer ട്രെയിലുണ്ട്. അതായത് സൈക്ലിങ്, ഇങ്ങനെ നടക്കാൻ, പിന്നെ വാക്കിംഗ്, സൈക്ലിംഗ്, ഹോഴ്സ് റൈഡിങ്, അതിനൊക്കെ ആയിട്ട് 130 kilometer സ്ഥലം കിടക്കുവാണ്. ഐ മീൻ ട്രെയിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ കുറേ ആൾക്കാർ സൈക്കിളും കൊണ്ടാണ് വന്നേക്കണേ ഇങ്ങനെ ചവിട്ടാൻ വേണ്ടി. എനിക്കറിയില്ല 130 kilometer ഒക്കെ ഒരു ചവിട്ടുമെന്ന് അറിയില്ല. എന്നാലും സൈക്കിൾ പ്രേമികൾ കുറേ പേരുണ്ട്. ഒരു പ്രദേശം മുഴുവൻ വിൻമില്ലുകൾ. അപ്പൊ ഞാനിവിടെ അതിന്റെ കണക്ക് നോക്കുകയായിരുന്നു. അപ്പോൾ 215 ടർബൈൻസ് ആണ് ഇവിടെ ഉള്ളത്. ഈ 215 ടർബൈൻസിൽ നിന്നും കൂടെ 539 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. വിച്ച് ഈസ് ലൈക്ക് 3 ലക്ഷത്തോളം വീടുകൾക്ക് വേണ്ട അത്രയും ഇലക്ട്രിസിറ്റിയാണ് ഇത്രയും ടർബൈൻസിൽ നിന്ന് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ബസ് ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബസ്സിൽ അങ്ങോട്ട് കൊണ്ടുപോകും, ഉള്ളിലോട്ട് കൊണ്ടുപോയി എനിക്കൊന്നൊരു ടർബൈൻ്റെ അടുത്ത് കൊണ്ടുപോയി ടർബൈൻ്റെ ഉള്ളിൽ കയറി കാണാനുള്ള അവസരം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ അവിടെ ചെന്ന് അത് കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് ലൈക്ക് 40-45 minutes ഒരു പരിപാടിയാണ് ഈ ബസ് ടൂർ.
ഇതിൽ ഓരോ വിൻമില്ലും എനിക്ക് തോന്നുന്നു ഒരു ടർബൈൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ടർബൈൻസും പല പല കമ്പനികളുടെ ഉണ്ട്, പല പല വലുപ്പത്തിലുണ്ട്. അപ്പം അവരതിലത്ത് ജനറലി സൈസ് എഴുതിയിരിക്കുന്നതാണ്. കുറേ എണ്ണം 140 meters ടോളാണ്, കുറേയൊക്കെ 110 meters ടോളാണ്. അപ്പം അത്രയും ഹൈറ്റ് ഉണ്ട്. നമ്മൾക്ക് ദൂരം നിന്നൊക്കെ കാണുമ്പോഴേ ഇത്ര ഉള്ള വിൻമില്ലെന്ന് തോന്നും, പക്ഷെ അറിയാം അത്രയല്ലാന്ന്. പക്ഷെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇറ്റ്സ് ഹ്യൂജ്. അതിൻ്റെ ഒരു ആ ലീഫ് തന്നെ ഉണ്ട്, ഇങ്ങനെ കിടക്കുക. That one of the turbines was off, that was getting repaired earlier. ബസ് ടൂറിനകത്ത് വന്ന് ഇപ്പൊ ഒരു ബിഗ് വിൻവെലിന്റെ അടിയിൽ നിർത്തിയേക്കുവാണ്. ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ആ അത്ര സൗണ്ട് എന്ത് വലുതാ. അതിന്റെ ഒരു ലീഫാണ് പറഞ്ഞേ 40 meters നീളമുണ്ട് ആ ഒരു ലീഫിന്. എന്റെ അമ്മ എന്തൊരു വ്യൂ ഇത്. അപ്പൊ അയാള് ഞങ്ങള് പ്രത്യേകമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞൊക്കെ കാണിച്ചു തരുക. അപ്പം അതിൽ കുറേ ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറെ ഓവർലോഡായി, എനിക്ക് കുറെ ഒന്നും മനസ്സിലായില്ല, എന്നാലും മനസ്സിലായിട്ട് കുറെ കാര്യങ്ങള്. ഇവിടെ കുറെ ലേക്കുകൾ പോലെയുണ്ട്, അതൊക്കെ ശരിക്കും ഡ്രിങ്കിങ് വാട്ടർ ആണ്, സ്കോട്ടിഷ് പ്യൂർ ഡ്രിങ്കിങ് വാട്ടർ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊന്നും ഷീപ്പോ കാറ്റിലോ അങ്ങനത്തെ ഒന്നും ഫാമിംഗ് ഇല്ല. പിന്നെ പറഞ്ഞൊരു കാര്യമാണ്, നല്ല തണുപ്പാണ്, ഭയങ്കര ഇങ്ങനെ എന്താ പറയുക പരന്ന് കിടക്കുന്ന പ്രദേശം. ഇത്രയും അതൊക്കെ ഇങ്ങനത്തെ കുറേ വെല്ലുകളുടെ നടുക്കില് amazing. Dragonfly. And the dragonfly, we then offer it to the local villagers. ബസ്സിൽ നിന്ന് ഇറങ്ങി ഭയങ്കര റിലീഫ്. കാരണം എന്ന് വെച്ചാൽ ഈ വിൻമില്ല് നിൽക്കണതൊക്കെ ഇങ്ങനെ ഹിൽസ് വാലീസ്, അതും ടാർ ചെയ്ത റോഡൊന്നും അല്ല, അങ്ങനത്തെ ഒരു ഫാം ലാൻഡ് പോലത്തെ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി തൊലവേൻ്റെ അടുത്ത് ഛർദ്ദിക്കാൻ വന്നിട്ട് ഞാനിങ്ങനെ എത്തി മതിയായിരുന്നു എന്ന് വെച്ചിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷെ അതർവൈസ് അവിടെ എത്തിയിട്ട് കണ്ട കാഴ്ചകൾ വാസ് ലൈക്ക് ബ്യൂട്ടിഫുൾ. ആ ആളാണെങ്കിലും അലൻ എന്നായിരുന്നു പേര്, പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു ഓരോ കാര്യങ്ങളും, ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാന്ന് പറയില്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കണ്ടതൊരു ഒരു പേർപ്പിൾ ഫ്ലവർ കണ്ടില്ലേ നിങ്ങൾ, ഇങ്ങനെ കുഞ്ഞ് ബുഷ് പോലത്തെ, അതിൻ്റെ പേരാണ് പേർപ്പിൾ ഹെദർ എന്ന് പറഞ്ഞൊരു ഫ്ലവറാണത്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫ്ലവറാണെന്ന് പറയായിരുന്നു. കുറേ തരത്തിലുള്ള ഇൻസെക്ട്സ് അല്ലെങ്കിൽ കുറേ അങ്ങനത്തെ എന്താ പറയുക എൻവയൺമെൻറ്റൽ എന്നെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ, ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫ്ലവറായിരുന്നു ആ ഫ്ലവർ. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യമാണ്, അയാൾ ചോദിച്ചു എപ്പോഴായിരിക്കും ഇലക്ട്രിസിറ്റി കൂടുതൽ യൂസ് ചെയ്യാമെന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നോർമലി നമ്മുടെ നാട്ടിലും പറയുമല്ലോ ഈവനിങ്സിൽ ഓഫ് ചെയ്യുക, ഇങ്ങനെ റെഡ്യൂസ് യൂസേജ് എന്ന് പറയുന്ന പോലെ ഞാൻ പറഞ്ഞു ഈവനിങ്സ് ആയിരിക്കും. അപ്പോൾ അയാൾ പറഞ്ഞാൽ കറക്റ്റാ, ഏത് സമയമായിരിക്കും, നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല. അപ്പോൾ ആള് പറയായിരുന്നു ഇവിടെ ഒരു സീരിയൽ ഉണ്ട് അത്ര, ഇവിടെ എല്ലാവരും കാണുന്നൊരു സീരിയൽ, അതിങ്ങനെ ഒരു 7-8 ഇടയിലുള്ള ഒരു സമയത്താണ് ആ സീരിയൽ. അപ്പോൾ ആ സീരിയൽ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ എല്ലാവരും ആ സീരിയൽ കഴിയുന്നതോടുകൂടി എല്ലാവരും കോഫി കുടിക്കുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കെറ്റിൽ ഓൺ ചെയ്യും. എല്ലാവരും എന്ന് വെച്ചാൽ അറൌണ്ട് 14 million പീപ്പിൾ കെറ്റിൽ ഭയങ്കരമായിട്ട് പവർ എടുക്കുന്ന ഒരു സാധനമാണ്. അപ്പം അത്രയും വീടുകളിൽ ഒരുമിച്ച് കെറ്റിൽ ഓൺ ചെയ്ത് ഹീറ്റിംഗ് വരുമ്പോൾ പെട്ടെന്നാണെന്ന് പവറിൻ്റെ യൂസേജ് കൂടുക. അത് ഭയങ്കര ഒരു രസമുള്ളൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നി. ഒരു വിൻമില്ലിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് വിൻമില്ല് കണ്ടുപിടിച്ചതിനെ കുറിച്ച്
ആ ഡ്രൈവർ ഞങ്ങളെ ടൂറിന് കൊണ്ടുപോയ ആ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു ഏത് കൺട്രിയാണ് ആദ്യം കണ്ടുപിടിച്ചതെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു UK എന്ന് പറഞ്ഞു, ഇവിടെയാണല്ലോ എന്നുള്ള അർത്ഥത്തില്. അപ്പം പുള്ളിക്കാരന് UK എന്നല്ല, സ്കോട്ട്ലൻഡിലത്തെ ഒരാളാണ് കണ്ടുപിടിച്ചിട്ടില്ല. പുള്ളിക്കാരന് ആ ഒരു ഇതുകൊണ്ട് പറഞ്ഞു UK എന്നല്ല, സ്കോട്ട്ലൻഡാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ആൾക്ക് ആ ഒരു സ്വന്തം രാജ്യത്തിനെ കുറിച്ചുള്ള ആ ഒരു ഇത്. എന്നിട്ട് പറയായിരുന്നു 1887 പ്രൊഫസർ ജെയിംസ് ബ്ലിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യമായിട്ട് ഒരു വിൻമിൽ കണ്ടുപിടിച്ച് ഒരു ടർബൈനിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാന്ന് കണ്ടുപിടിക്കുന്നത്. വിൻമില്ലിന്റെ ഒരു ലീഫ് ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ആയിരിക്കണം ഇവിടെ വെച്ചിട്ടുണ്ട് താഴെ. അപ്പം ഇത് 40 മീറ്ററാണ് ഇതിന്റെ നീളം. ആൻഡ് 12 ടണ്ണെന്ന് എന്താണ് അയാൾ പറഞ്ഞത്. അത്രയും വെയിറ്റും ഉണ്ട് ഇതിന്. അതിന്റെ ഷേപ്പും ഭയങ്കര രസമുള്ള ഷേപ്പ്. ഇങ്ങനെ വന്ന് ഈ എഡ്ജൊക്കെ തിന്നാകണ്ട, ഭയങ്കര തിന്നായിട്ടുള്ള എഡ്ജസ് ആണ് ഈ എഡ്ജൊക്കെ. മറ്റേ സൈഡ് ഇങ്ങനെ റൗണ്ടഡ് ആയിട്ട് അത്രയും വലിയ ഒരു ലീഫ്. ഇങ്ങനത്തെ വിൻമില്ലിന്റെ ഈ ലീഫുകള് പണ്ട് ബാംഗ്ലൂരിന്ന് നാട്ടിലോട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ വലിയ ലോറി, ഇങ്ങനെ ട്രെയിലറുകളിൽ ഇങ്ങനത്തെ ഓരോ ലീഫുകൾ ഇങ്ങനെ വലുത് വെച്ചിട്ട് കൊണ്ടുപോകാറുണ്ട്. അത് ഞാൻ നാട്ടിൽ പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് വൈറ്റ്ലി വിൻഡ് ഫാം. അടിപൊളി ഒരു പുതിയ എക്സ്പീരിയൻസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ ഇതൊന്നും പ്ലാൻ ചെയ്തല്ല ഇറങ്ങിയ, പക്ഷെ വഴിയിൽ ഇങ്ങനെ ഒരു ടേൺ കണ്ടപ്പോൾ കയറിയതാ. പക്ഷെ ഇറ്റ് വാസ് ലൈക്ക് വർത്ത്, എന്തായാലും കാണേണ്ട ഒരു സ്ഥലം പോലെ തോന്നി. അടിച്ചു പൊളിച്ചു. അപ്പം ഞങ്ങൾ ഇച്ചിരി സമയം കൂടെ ബാക്കിയുള്ളത് കൊണ്ട് ഇതിൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. വിൻഡ് ഫാം ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് എന്തെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങ് പോന്നു. ഇവിടെ എത്തിയിട്ട് തൊട്ടടുത്ത് ഈഗിൾഷം എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു വില്ലേജ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ്. അപ്പോൾ ആ വില്ലേജ് കാണാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. പക്ഷേ നല്ല മഴയാണ്. ഞങ്ങൾ 2 പ്രാവശ്യം ഇറങ്ങി കാറി കയറി പിന്നെയും മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം ജസ്റ്റ് ഓടിച്ചിട്ട് വില്ലേജ് ജസ്റ്റ് കണ്ടു, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ. അപ്പം ഇന്നത്തെ ഡേ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വീക്ക് ആശംസിക്കുന്നു. And all of you stay blessed.